RIC ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ITA ITA ട്രേഡുകളെക്കുറിച്ചും പഠിക്കാം. ആദ്യമായി നമുക്ക് എന്താണ് ITA, അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് നോക്കാം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഏകദേശം 14,000-ഓളം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ്, അതല്ലെങ്കിൽ തൊഴിൽ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രെയിനിങ് എന്ന ഓർഗനൈസേഷനാണ് ഇന്ത്യയിലെ ITA വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകുന്നത്. CTS അതല്ലെങ്കിൽ ക്രാഫ്റ്റ്മെൻ ട്രെയിനിങ് സ്കീം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ക്രാഫ്റ്റ്മെൻ ട്രെയിനിങ് സ്കീമിൻ്റെ സിലബസ്, സ്ഥാപനങ്ങളുടെ അഫിലിയേഷൻ, എക്സാമുകൾ, സർട്ടിഫിക്കേഷൻ മുതലായ കാര്യങ്ങളെല്ലാം നടത്തുന്നത് NCVT ആണ്, അതായത് നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ്. ഇന്ത്യയിലുടനീളമുള്ള ITA-കളിൽ ഏകദേശം 169ഓളം NCVT അംഗീകൃത ട്രേഡുകളുണ്ട്. നമ്മുടെ കേരളത്തിൽ ഏകദേശം 140ഓളം ഗവൺമെൻറ് ITA-കളുണ്ട്. അതുപോലെ തന്നെ അനേകം പ്രൈവറ്റ് ITA-കളും ഉണ്ട്. അപ്പോൾ ഇത്തരം ITA-കളിലൊക്കെ NCVT അംഗീകൃത കോഴ്സുകൾ നടത്തുന്നുണ്ട്. ITA ട്രേഡുകളെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സെക്ഷനെ നമ്മൾ മെട്രിക് ട്രേഡുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രേഡുകൾ പഠിക്കണമെങ്കിലുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ്. മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്ക്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ ടെക്നീഷ്യൻ, ഈ ട്രേഡുകളെല്ലാം തന്നെ മെട്രിക് ട്രേഡുകളാണ്. എന്നാൽ ചില ട്രേഡുകളിൽ നമ്മൾക്ക് പ്രവേശനം ലഭിക്കാനുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 8ാം ക്ലാസ് ആണ്. അങ്ങനെയുള്ള ട്രേഡുകളെയാണ് നോൺ മെട്രിക് ട്രേഡുകൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പ്ലംബർ, വയർമാൻ, വെൽഡർ, പെയിൻറ്റർ മുതലായിട്ടുള്ള ട്രേഡുകളെല്ലാം തന്നെ നോൺ മെട്രിക് ട്രേഡുകളാണ്. അതുപോലെ തന്നെ ഈ ITA ട്രേഡുകളെ നോൺ എഞ്ചിനീയറിംഗ് ട്രേഡുകൾ, എഞ്ചിനീയറിംഗ് ട്രേഡുകൾ എന്നിങ്ങനെ വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എഞ്ചിനീയറിംഗ് ട്രേഡുകൾ എന്ന് പറയുന്നത് ഇലക്ട്രീഷ്യൻ, അതുപോലെ തന്നെ മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ, മെഷീനിസ്റ്റ്, ഫിറ്റർ അങ്ങനെയുള്ള ട്രേഡുകളെ എഞ്ചിനീയറിംഗ് ട്രേഡുകൾ എന്നാണ് പറയുന്നത്. നോൺ എഞ്ചിനീയറിംഗ് ട്രേഡുകൾ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഹോട്ടൽ മാനേജ്മെൻറ്റ് ട്രേഡുകളായ ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഡയറിങ് അങ്ങനെയുള്ള ട്രേഡുകളെയൊക്കെ നോൺ എഞ്ചിനീയറിംഗ് ട്രേഡുകൾ എന്നാണ് പറയുന്നത്. ഇനി ITA-കളുടെ ട്രെയിനിങ് പീരീഡ് അനുസരിച്ച് ഇവയെ വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ 1 വർഷ ട്രേഡുകളും 2 വർഷ ട്രേഡുകളുമാണ് ഉള്ളത്. ഇനി എന്താണ് ITA ട്രേഡുകളുടെ പ്രാധാന്യം എന്ന് നോക്കാം. ITA-കളിൽ നടക്കുന്നത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. ITA പഠനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സ്കില്ലുകളാണ്. അപ്പോൾ ITA ട്രെയിനിങ് കഴിഞ്ഞ ഒരു ട്രെയിനിക്ക് ഉടനെ തന്നെ ഒരു വ്യവസായശാലയിലോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ ഒരു തൊഴിൽ ചെയ്യാനുള്ള ഒരു പ്രാപ്തിയാണ് കൈവരുന്നത്. NCVT ITA സർട്ടിഫിക്കറ്റുകൾ PSC, UPSC എന്നിവ അംഗീകൃതമാണ്. അതുകൊണ്ട് തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ KSEB, KSRTC, ഇന്ത്യൻ റെയിൽവേ, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ISRO മുതലായിട്ടുള്ള സ്ഥാപനങ്ങളിലെല്ലാം ITA ട്രേഡ് പഠിച്ചവർക്ക് ധാരാളം തൊഴിലവസരങ്ങളുണ്ട്. ITA പഠിക്കാനുള്ള മിനിമം പ്രായം എന്ന് പറയുന്നത് 14 വയസ്സാണ്. കൂടാതെ ITA പഠനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. അപ്പോൾ 2026 ജൂൺ 10-നാണ് ITA-കളിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചത്. ജൂൺ 30 വരെയായിരുന്നു അതിൻ്റെ കാലാവധി പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ജൂലൈ 6 വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ITA-കളിൽ പഠിക്കാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ അത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. ITIadmissions.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുമ്പോൾ ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടയ്ക്കണം. 100 രൂപയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് വ്യക്തിഗത വിവരങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിലുള്ള മാർക്കുകൾ അത് ഈ സൈറ്റിലേക്ക് വരുന്നതാണ്. 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ സബ്ജക്റ്റുകളുടെ മാർക്കുകൾ അടിസ്ഥാനമാക്കിയാണ് ITA-യിലേക്കുള്ള അഡ്മിഷന് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മാർക്കുകൾ വെച്ചിട്ട് ഒരു ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്ന ഒരു മാർക്ക് നമുക്ക് ഈ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. ഈ ഇൻഡെക്സ് മാർക്ക് അനുസരിച്ചാണ് ഓരോ ITA-കളിലും അഡ്മിഷൻ പ്രോസസ്സുകൾ നടത്തുന്നത്. റിസർവേഷൻ കാറ്റഗറികളായ SC, ST, OIC മുതലായ വിഭാഗത്തിലുള്ള അപേക്ഷകർക്ക് അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് അതനുസരിച്ചുള്ള വെയിറ്റേജ് ലഭിക്കുന്നതായിരിക്കും. മുന്നോക്ക വിഭാഗത്തിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് EWS എന്ന് നമ്മൾ മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ EWSൻ്റെ സർട്ടിഫിക്കറ്റ് താലൂക്ക് ഓഫീസിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം
EWS സർട്ടിഫിക്കറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പർ അവിടെ എൻ്റർ ചെയ്യുകയും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും വേണം. അപേക്ഷിക്കുന്ന വിദ്യാർത്ഥി +2 പാസ്സായിട്ടുണ്ടെങ്കിൽ 20 മാർക്ക് വെയിറ്റേജ് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ +2 സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻ ചെയ്ത ഒരു കോപ്പി അപ്ലോഡ് ചെയ്യുകയും വേണം. NCC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്നിവയിൽ ഏതെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള വെയിറ്റേജ് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാർക്ക് ചെയ്യുകയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻ്റ് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുകയും വേണം. അതിനുശേഷം നമുക്ക് ഓരോ ITകളിലേക്കുമുള്ള ഇഷ്ടപ്പെട്ട ട്രേഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ആ വിൻഡോ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ 14 ജില്ലകളുടെ പേര് കാണാം. ആ ജില്ലകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ജില്ലയിലുമുള്ള ഗവൺമെൻറ് ITകളുടെ ലിസ്റ്റ് വരുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ITകളിലുള്ള ട്രേഡുകളുടെ ലിസ്റ്റ് വരുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ട്രേഡുകൾ ഏതാണോ അതിൻ്റെ മുൻഗണനാ ക്രമത്തിൽ അത് രേഖപ്പെടുത്തിയതിന് ശേഷം സേവ് ട്രേഡ് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ആ ട്രേഡ് ഓപ്ഷൻസ് സേവ് ആകുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ അപ്ലൈ ചെയ്ത ട്രേഡുകളിൽ അഡ്മിഷന് വേണ്ടി നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കും. സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഏറ്റവും അവസാനമാണ് വരുന്നത്. അത് അപ്ലോഡ് ചെയ്യേണ്ടത് PDF ഫോർമാറ്റിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾ സ്കാൻ ചെയ്തതിന് ശേഷം അത് PDF ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ മാക്സിമം ഫയൽ സൈസ് എന്ന് പറയുന്നത് 200 KB താഴെയാണ്. അതിനുശേഷം ഫീസ് അടയ്ക്കാനുള്ള ഓപ്ഷനാണ്. 100 രൂപയാണ് ആപ്ലിക്കേഷൻ്റെ ഫീസ് വരുന്നത്. അത് ഓൺലൈനായിട്ട് അടച്ചതിന് ശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇത്രയും ചെയ്യുന്നതോടെ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിരിക്കും. ഇത്രയും ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു കോപ്പി ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഗവൺമെൻറ് ITകളിൽ ചെന്നിട്ട് ഈ സർട്ടിഫിക്കറ്റുകളുടെ വെരിഫിക്കേഷൻ നടത്തണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ, SSLCയുടെ ഒറിജിനൽ, +2 ഉണ്ടെങ്കിൽ ആ +2ൻ്റെ ഒറിജിനൽ, NCC അതുപോലെ തന്നെ EWS സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ഒറിജിനലും കൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള ഗവൺമെൻറ് ITകളിൽ ഏതെങ്കിലും ITയിൽ ചെല്ലുക. അവിടെ വെച്ച് ഈ സർട്ടിഫിക്കറ്റുകളുടെ വെരിഫിക്കേഷൻ നടത്തുന്നതാണ്. ഈ വെരിഫിക്കേഷൻ നടത്തിയാൽ മാത്രമേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അഡ്മിഷന് വേണ്ടി പരിഗണിക്കുകയുള്ളൂ. ഇപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് ജൂലൈ 6 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ITകളിൽ പഠിക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടതാണ്. 2026 ജൂലൈ 6-ാം തീയതി അഡ്മിഷൻ പ്രോസസ്സുകൾ ക്ലോസ് ചെയ്യുന്നതാണ്. അതിനുശേഷം നമുക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കുകയില്ല. അഡ്മിഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു നിശ്ചിത ഡേറ്റിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ ആരംഭിക്കുന്നതാണ്. അന്നേ ദിവസം ITകളിൽ അലോട്ട്മെൻറ്റ് നടക്കുകയും അതനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത ട്രേഡുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കാനുള്ള പ്രോസസ്സ് ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ട്രേഡ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ITയിൽ നിന്ന് നിങ്ങളെ കോൺടാക്റ്റ് ലഭിക്കുകയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നിങ്ങളെ അറിയിക്കുകയോ ചെയ്യും. ആ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ITകളിൽ ചെല്ലുക. അപ്പോൾ ചെല്ലാൻ വേണ്ടി ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് TCയുടെ ഒറിജിനലാണ്. നിങ്ങൾ അവസാനം പഠിച്ചത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് TCയുടെ ഒറിജിനൽ വളരെ അത്യാവശ്യമാണ്. കൂടാതെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ്സ് SLCയുടെ ഒറിജിനൽ, അതുപോലെ തന്നെ +2ൻ്റെ ഒറിജിനൽ, കൂടാതെ NCC, NSS, EWS എന്നിങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവയുടെ ഒറിജിനൽ, ആധാറിൻ്റെ ഒറിജിനൽ എന്നിവയായിട്ടാണ് ITയിൽ ചെല്ലേണ്ടത്. അതുപോലെ ITI ട്രെയിനിങ്ങിനെ പറ്റിയും ITIയുടെ അഡ്മിഷൻ പ്രോസസ്സിനെ പറ്റിയും എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.